ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. യു കെയിലെ പോലീസ് സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. ഇവിടെ എല്ലാം സേഫാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ യു കെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ അറിയണമെന്നില്ല. പല പ്രശ്നങ്ങൾക്കും പോലീസ് പരിഹാരം കണ്ടെത്താത്ത സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ലീഡ്സിലുള്ള ഒരു മലയാളി, അയാളുടെ കൈയും കാലും തല്ലി ഒടിച്ചു. കുറച്ച് അക്രമികൾ മുഖംമൂടി അണിഞ്ഞു വന്ന് അയാളുടെ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് പ്രതികൾ ആരാണെന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇതുവരെ യാതൊരു ക്ലൂവും പോലീസിനില്ല, കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവർ പറയുന്നത് 6 മാസം വരെ ഞങ്ങൾ അന്വേഷിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ പ്രതികളെ കണ്ടെത്താൻ കഴിയും, ചിലപ്പോൾ കഴിഞ്ഞില്ല എന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപിടിപ്പുള്ള കാറുകൾ അല്ലെങ്കിൽ ഫോൺ ഒക്കെ മോഷണം പോയാൽ അതൊക്കെ തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയില്ല. പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ പോലീസ് ഒരു പക്ഷേ പറയാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യൂ, ഞങ്ങൾ അത് കിട്ടാനായിട്ടുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം, റിപ്പോർട്ട് എഴുതിത്തരാം എന്നുള്ള രീതിയിലുള്ള മറുപടികളൊക്കെയാണ് സാധാരണഗതിയിൽ കിട്ടാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊവൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാനിൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി. അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് അവിടുത്തെ കൊവൻട്രിയിലെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുക, മറ്റ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതായിട്ട് പലയിടത്തുനിന്നും വാർത്തകൾ വരുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യു കെയിൽ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിങ്ങളും നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം. ഈ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ വസ്തുവകകളാണെങ്കിലും നിങ്ങളുടെ കുട്ടികളാണെങ്കിലും എപ്പോഴും ഒരു കണ്ണ് വേണം. അവരെവിടെ പോകുന്നു, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയുക. അതുപോലെ തന്നെ കാറിലൊക്കെ ആണെങ്കിലും ഡാഷ് ക്യാമൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു വിവരം കൂടെ അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫോൺ കോളുകൾ വരുന്നു. നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ അടുത്തുണ്ട്, അത്യാവശ്യമായിട്ട് നിങ്ങൾ പൈസ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഫോൺ കോളുകളൊക്കെ ഫേക്കായിട്ട് വരുന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളെ പാനിക്കാക്കുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യു കെയിൽ നടക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ഭയം വേണ്ട, ജാഗ്രത മതി. കിട്ടുന്ന എല്ലാവർക്കും നന്ദി.